കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ മൃണാൾ വിശ്വനാഥൻ ആണ്. സർ, വെൽക്കം. സാധാരണ ജനങ്ങൾക്ക് സർജറി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ അല്പം ഭയവും ആശങ്കയും അതിലേറെ സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് ഈ ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഇങ്ങനെയുള്ള ഒരു നൂതന ശസ്ത്രക്രിയാ മാർഗം വൈദ്യശാസ്ത്ര രംഗത്ത് വന്നതോടുകൂടി ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഈ ശസ്ത്രക്രിയയോടുള്ള ഭയത്തിൻ്റെയും ആശങ്കയുടെയും അല്ലെങ്കിൽ സംശയത്തിൻ്റെയും ആ ഒരു അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? അത് ക്വൈറ്റ് നാച്ചുറൽ. അത് ഇപ്പോൾ പുതിയ എന്ത് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് നോർമലായിട്ട് എല്ലാവർക്കും ഒരു ഭയം. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ബൈക്ക് വന്ന്, പിന്നെ കാറ് വന്ന്. സോ സ്വിച്ചിങ് ഇപ്പോൾ കാറിൻ്റെ ബൈക്ക് വന്ന് ഒരു ഭയമുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ട് 50 ഇയേഴ്സിൻ്റെ ഒരു ഓപ്പൺ സർജറി ചെയ്ത് ഇപ്പോൾ പുതിയതായിട്ട് ലാപ്രോസ്കോപ്പി സർജറി വന്നിട്ടുണ്ട്. സോ നാച്ചുറലി ഒരു പേഷ്യൻറ്റിക്ക് ഞങ്ങൾ പറയുമ്പോൾ ഭയം വരുന്ന ഇത്. ബട്ട് ഞാൻ ഇപ്പോൾ എന്ന് പറയാം, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സേഫ്. സോ ലാപ്രോസ്കോപ്പി ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബെസ്റ്റ് ആൻഡ് സേഫ് മെത്തേഡ് ഓഫ് സർജറി. സോ യു ക്യാൻ ഗോ ഹെഡ് വിത്ത് ദാറ്റ്. ഡോക്ടർ ഈ ജനറൽ സർജറി രംഗത്ത് വന്നിട്ട് ഏകദേശം എത്ര വർഷമായി? 2014 ഐ ഹവ് ബീൻ വർക്കിംഗ് ഇൻ ജനറൽ സർജറി. സോ ഓൾമോസ്റ്റ് 7 വർഷമായി. തീർച്ചയായിട്ടും. ഇപ്പം ഡോക്ടർ ഈ പുതിയ തലമുറയിൽ ഉൾപ്പെട്ട തങ്ങളെ പോലുള്ള ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള നൂതനമായ ശസ്ത്രക്രിയാ രീതികളും ഈ നൂതനമായ ടെക്നോളജികൾ അവലംബിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയയൊക്കെ നടത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഡോക്ടറുടെ വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഡോക്ടർ ഇതിനെക്കുറിച്ചുള്ള അറിവൊക്കെ സമ്പാദിച്ചിട്ടുള്ളത്? ഇനീഷ്യലി MBBS ചെയ്ത് മാംഗ്ലൂർ KS ഹെഗ്ഡെ ഹോസ്പിറ്റലിൽ നിന്ന് MBBS ചെയ്ത്, പിന്നെ MS ഇൻ ജനറൽ സർജറി അത് ഞാൻ ചെയ്തിട്ട് നോർത്ത് കർണാടകയിൽ ബിജാപൂർ ഒരു പ്ലേസ് ഉണ്ട്, അവിടെ BM പാട്ടീൽ മെഡിക്കൽ കോളേജിൽ MS പഠിച്ച്. അത് കഴിഞ്ഞിട്ട് ഐ വർക്ക്ഡ് ഇൻ എ മെഡിക്കൽ കോളേജ് സൗത്ത് കേരള അടൂറിൽ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഒരു വർഷ ആസ് എ സീനിയർ റെസിഡൻറ്റ് പണി ചെയ്തിട്ട് പിന്നെ അത് ആഫ്റ്റർ ദാറ്റ് ഞാൻ സ്പെഷ്യലൈസേഷനുക്ക് പോയി. സോ ഇപ്പോൾ അഡ്വാൻസ്ഡ് സർജറീസ് ഉണ്ട്, ഗാസ്ട്രോ സർജറി. സോ ഞാൻ ഇപ്പോൾ ഗാസ്ട്രോ സർജറിയിൽ സ്പെഷ്യലൈസേഷൻ 2 years അത് പ്രോഗ്രാം ബാംഗ്ലൂർ ഗ്ലോബൽ ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് പിന്നെ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റലാണ്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറി. അവരുടെ കോൺഫിഡൻസ് അല്പം കൂടിയിട്ടുണ്ടെങ്കിലും നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർജറിയാണിത്, ലാപ്രോസ്കോപ്പിക് സർജറി. യഥാർത്ഥത്തിൽ എന്താണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ? സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുമ്പ് ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ കട്ടാക്കിയിട്ട് വയറ് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങളെല്ലാം സർജറി ചെയ്യാം. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഹോൾ ഒരു ഈ സൈസിൻ്റെ ഹോൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യണ ആവശ്യകതയില്ല. ചെറിയ ഒരു 1 centimeter ഹോളുണ്ട് ക്യാമറ പോർട്ട്, പിന്നെ 0.5 centimeter അതിൻ്റെ 2 ഇല്ല 3 ഹോളിൽ കംപ്ലീറ്റ് സർജറി ചെയ്തിട്ട് സർജറി ചെയ്യാണ്. ദാറ്റ് ഈസ് ലാപ്രോസ്കോപ്പിക് സർജറി. സോ അഡ്വാൻറ്റേജസ് ഇതിൻ്റെ എല്ലാം നല്ല ഉണ്ടായിരുന്ന കാരണം ഇപ്പോൾ എല്ലാ സർജൻസ് ആർ അഡ്വൈസിങ് ടു ഗോ ഫോർ ലാപ്രോസ്കോപ്പിക് സർജറി. ഡോക്ടർ, നമ്മളിപ്പം ലാപ്രോസ്കോപ്പിക് സർജറിയും അല്ലെങ്കിൽ ഓപ്പൺ സർജറിയും ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ടുള്ള മേന്മകൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതിനെ ഓപ്പൺ സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഞങ്ങളിപ്പോൾ ലാപ്രോസ്കോപ്പി സർജറിയിൽ എന്താണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്മോൾ സ്കാർ ആൻഡ് സ്മോൾ ഓപ്പൺ. ഇപ്പോൾ അബ്ഡോമൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് നല്ല ഇത് റിക്കവറി ടൈം ഈസ് ഓൾവേസ് മോർ. സോ ലാപ്രോസ്കോപ്പി സർജറിയിൽ റിക്കവറി ടൈം ഈസ് വെരി ലെസ്. സോ ഒരു എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ ഒരു ഹെർണിയ സർജറി ചെയ്ത
ഹെർണിയ സർജറി ഓപ്പൺ സർജറി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൂണ്ട് ഈസ് നോർമലി 5 to 7 സെൻറ്റിമീറ്റേഴ്സ്. അതേ ലാപ്രോസ്കോപ്പിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ വൂണ്ട്. ആ വൂണ്ട് ഹീലിംഗ് നിങ്ങളിപ്പോൾ ഒരു ഷുഗർ ഉണ്ട് പേഷ്യൻറ്റിക്ക് 7 സെൻറ്റിമീറ്റർ വൂണ്ട് ഹീലിംഗ് പ്രോസസ് അഗെയിൻ സ്ലോ ആയിട്ടാവും. സോ ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസം വിട്ടിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് വീൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്. അതേ ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ടെങ്കിൽ വി ഡു ഇറ്റ് ഇൻ എ ഡേ. നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റ് ഡിസ്ചാർജിക്ക് ഫിറ്റ് ആവും. സോ റിക്കവറി ടൈം ഈസ് ഫാസ്റ്റർ, വൂണ്ട് ഈസ് സ്മോൾ, ഇൻഫെക്ഷൻ റേറ്റ് കുറവായിട്ട് റിസൾട്ട്സ് ആർ ഈക്വലി ഗുഡ് or even better than open surgery. So naturally why not go for laparoscopy? Good. More people are choosing laparoscopic surgery. Yes, definitely. Is it safe, doctor? Definitely, it's quite more safer than open surgery in some aspects. അത് കുറച്ച് ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ in some aspect means അത് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്പൻഡിസെക്ടമി ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പം അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ വയറിൻ്റെ ഈ ഭാഗം താളിൻ്റെ ഭാഗം ഒരു കട്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്യാം. വി ഗോ ഇൻ അപ്പൻഡിക്സ് പേടിക്കണം പുറത്ത് വരും ആൻഡ് അപ്പൻഡിക്സ് സർജറി ചെയ്യാം. വയറിൻ്റെ വേറെ ഭാഗം ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് ലാപ്രോസ്കോപ്പി ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്താ, ഞങ്ങൾ ക്യാമറ ഉള്ള വിട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വയർ നോക്കാം. സോ അപ്പൻഡിക്സ് വിട്ടിട്ട് ദർ ഇസ് സംതിങ് കോൾഡ് അതർ ഇത് മെർക്കൽസ് ഡൈവേർട്ടിക്കുലം വരും. അത് നോക്കുകയാണെങ്കിൽ ഇപ്പം റെഗുലർ അപ്പൻഡിക്സ് സർജറി ചെയ്യുന്ന ടൈമിൽ മെർക്കൽസ് ഡൈവേർട്ടിക്കുലം നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അതേ ലാപ്രോസ്കോപ്പി മൂലക യു ക്യാൻ സി എവറിത്തിങ്. ഞങ്ങൾ ലിവർ നോക്കുക, ഗാൾ ബ്ലാഡർ നോക്കുക, എല്ലാ എൻറ്റയർ ലെങ്ത് ഓഫ് ബവൽ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ it's always safer to do a surgery seeing everything than just seeing a limited aspect. So in that way it is much safer, easier for a surgeon and safer for the patient also. നിങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യണം. ഡോക്ടർ, നമുക്കിപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ രോഗങ്ങൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇത് മോസ്റ്റ് കോമൺ ഡൗട്ട് എല്ലാവർക്കും. കുറച്ച് ഈ സർജറി ലാപ്രോസ്കോപ്പി മൂലക ചെയ്യാണ്. ഇതേ ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഹാഡ് എ ഡിഫറെൻറ്റ് ആൻസർ. കുറച്ച് 10 years ബിഫോർ ടൈം ഇല്ല, ജസ്റ്റ് അപ്പൻഡിക്സ് മാത്രം, ഹെർണിയക്ക് വേണ്ട, റിക്കറൻറ്റ് ഹെർണിയ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. ബട്ട് റൈറ്റ് നൗ വിത്ത് ദ പ്രസൻറ്റ് അഡ്വാൻസസ് ഇൻ ലാപ്രോസ്കോപ്പി there is no surgery which can't be done laparoscopically, provided the surgeon is skillful. If a surgeon confident aayittundo, he can do any surgery laparoscopically. Wire way surgery kuda is not a contraindication. That is the current state of affairs in laparoscopy. See doctor, why that exceptional situations are occurring? Exceptions. That means you told that all the diseases or all the surgery we can do using laparoscopy. Yes. If the surgeon is efficient, why that? Because அது வரும். பிகாஸ் இப்போ லாப்ரோஸ்கோப்பி மெஷின் பின்ன எக்யூப்மெண்ட்ஸ் எல்லா ஹாஸ்பிட்டல்ஸில் இல்லை. ನಮ್ಮ ಬೇಸಿಕಲ್ ಸರ್ಜಿಕಲ್ ಟ್ರೈನಿಂಗ್ చేయనప్పుడు ವಿ ಆರ್ ಟ್ರೈನ್ಡ್ ಇನ್ ಓಪನ್ ಸರ್ಜರಿ. ಸೊ ഇപ്പോൾ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് 10 years മുമ്പ് ട്രെയിൻ ആക്കിയിട്ടുണ്ടായിരുന്ന സർജൻസ് ദേ ഹാഡ് ടു ഗോ ഔട്ട് സൈഡ് വേറെ കോഴ്സ് ചെയ്തിട്ട് ലാപ്രോസ്കോപ്പി പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാണ്. ഇപ്പോൾ അത് ചേഞ്ചായി. എല്ലാ പുതിയ മെഡിക്കൽ കോളേജസിൽ ലാപ്രോസ്കോപ്പി ഈസ് അവൈലബിൾ. സോ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഞങ്ങൾക്ക് ആ ലാപ്രോസ്കോപ്പി എക്സ്പോജർ വരും. സോ ബൈ ദ ടൈം ഞങ്ങൾ MS കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ വി ആർ വെരി കംഫർട്ടബിൾ ഡൂയിങ് ലാപ്രോസ്കോപ്പിക് സർജറി. സോ സേഫ്റ്റി ഹാസ് ഇൻക്രീസ്ഡ്, എക്സ്പോജർ ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. സോ ദാറ്റ് വേ ദ തിങ്കിങ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പോൾ 10 years മുമ്പ് ഉണ്ടായിരുന്ന തിങ്കിങ് ഇല്ല, ലാപ്രോസ്കോപ്പി ചെയ്യാനുണ്ടെങ്കിൽ കോഴ്സ് ചെയ്തിട്ട് വരാം, അമേരിക്ക പോവാണ്, ജർമ്മനി പോവാണ്, ഇംഗ്ലണ്ട് പോവാണ്. നോ, ഇപ്പോൾ എന്താ ഞങ്ങൾ വേറെ വി ആർ സ്റ്റഡിങ്, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എല്ലാ ഫെസിലിറ്റീസിലും കേട്ടിട്ട് വി ആർ എക്സ്പോസ് ടു ലാപ്രോസ്കോപ്പി ആൻഡ് ദാറ്റ് വേ വി ആർ ഡൂയിങ് എവറിത്തിങ്. Okay doctor, see some complicated situations may arise. Yes. See, even it is open surgery. Yes. Such a situation, how to do this kind of laparoscopic surgery? ಇನ್ನೊರು ಒನ್ ಮೋರ್ ಥಿಂಗ್ ಕ್ಲಿಯರ್ ಆയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രതി ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാൻ മുമ്പ് പേഷ്യൻറ്റിന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എവറി ലാപ്രോസ്കോപ്പിക് സർജറി മുമ്പ് ഒരു ചെറിയ റിസ്ക് ഓഫ് കൺവേർഷൻ ടു ഓപ്പൺ ഉണ്ട്. സോ
സോ അത് എന്താ ഉള്ള പോയിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പ്രതി സർജറിക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞങ്ങളത് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ട്, ലാപ്രോസ്കോപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ട്. സോ കുറച്ച് ടൈം നല്ലോട്ട് ബ്ലീഡിങ് ആയി, ഇല്ല എഡിഷൻസ്. അപ്പോൾ പേഷ്യൻറ്റ് സേഫ്റ്റി ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞങ്ങൾ കുറച്ച് ടൈം ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പരിസ്ഥിതി വരും, ബട്ട് വെരി റെയർലി. ബട്ട് ഇത് പേഷ്യൻറ്റിക്ക് മുമ്പായിട്ട് ആസ് എ പ്രിക്കോഷൻ വി ടെൽ ദ പേഷ്യൻറ്റ് कि there is a 1% risk of conversion to open surgery in every laparoscopic surgery. അത് ഓപ്പൺ സർജറി ചെയ്യാനപ്പോൾ കൂടെ if you are doing a small incision, പേഷ്യൻറ്റിക്ക് റിസ്ക് ഇൻസിഷൻ എക്സ്റ്റൻഷൻ ഉണ്ട്, ഞങ്ങൾ റിസ്ക് പറയാം. സോ ഇനീഷ്യൽ പ്ലാൻ വുഡ് ബി എ 3 centimeter ഇൻസിഷൻ, ബട്ട് ഉള്ള കോംപ്ലിക്കേഷൻ നോക്കിയിട്ട് അത് 10 centimeter ഇൻസിഷൻ ആവും. സോ എക്സ്റ്റൻഷൻ. സോ ഇറ്റ് ഈസ് സിമിലർ ടു ഓപ്പൺ സർജറി കോംപ്ലിക്കേഷൻ ഇൻ ലാപ്രോസ്കോപ്പി. We'll have to convert sometimes. Okay. Then age factor, is it affected in laparoscopic surgery? Strictly speaking, age is not at all a restriction for laparoscopy. But no, okay. I'll tell you the clarification. Continue. So, eppa laparoscopy cheyana problem varu. Surgical point of view problem illa, but anesthesia point of view inde korchu contra indications varum. Adu inda operation nangal cheyanakku anesthesia kodukam both idu cheyan രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു സ്പൈനൽ അനസ്തീഷ്യ, ഒരു ജനറൽ അനസ്തീഷ്യ. സ്പൈനൽ ഉണ്ട് ബെന്നിക്ക് സൂചി കുത്തിയിട്ട് ചെയ്യാണ്. അത് നോർമലി ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വി അവോയ്ഡ്. There are different surgeons who do it under spinal. Doctor, here is a doubt. Spinal anesthesia and general anesthesia. What are the differences there? സ്പൈനൽ അനസ്തീഷ്യയിൽ ഞങ്ങൾ ഇപ്പോൾ സ്പൈനുക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അനസ്തീഷ്യ കൊടുത്ത് ലോക്കൽ അല്ല, ലോക്കൽ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സ്പൈനലിൻ്റെ ഒരു കോഡ് ഉണ്ട്. കോഡ് ഇപ്പം ഈ ലെവൽസ് ഡിഫറെൻറ്റ് ലെവലുണ്ട്, L1 L2 L3 അങ്ങനെ. സോ ഇപ്പം L3 L4 വെർട്ടിബ്രൻ്റെ ഉള്ള ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെ താഴെ കംപ്ലീറ്റ് സെൻസേഷൻ പോകും. That is spinal anesthesia. Particular area. ഇപ്പൊ ഈ ലെവലിന്റെ താഴെ കംപ്ലീറ്റ് കാലിന്റെ എല്ലാ ബോധം പോകും. സോ ഞങ്ങൾ ഓപ്പൺ ഹെർണിയ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ മതി. അതേ ജനറൽ അനസ്തീഷ്യ കംപ്ലീറ്റ് ആയിട്ട് ബോഡി വിൽ ബി ടേക്കൺ ഓവർ ബൈ മെഷീൻസ്. ഇപ്പോൾ ലങ്സ് ഞങ്ങൾ വെന്റിലേറ്റ് ചെയ്തിട്ട് ലങ് വിൽ ബി ഗിവൺ ടു എ വെന്റിലേറ്റർ. സോ ഹാർട്ട് വിൽ ബി ഫങ്ഷനിങ് നോർമലി. കംപ്ലീറ്റ് ബോധം പോകും. സോ പേഷ്യൻറ്റിക്ക് കോൺഷ്യസ്നെസ് ഇല്ല. അത് ജനറൽ അനസ്തീഷ്യ. ദാറ്റ് ഈസ് ബെറ്റർ ഫോർ ലാപ്രോസ്കോപ്പിക് സർജറി ബിക്കോസ് ഞങ്ങൾ ഗ്യാസ് ഫില്ലാക്കിയിട്ട് ബ്രീതിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇഫ് പേഷ്യൻറ്റ് ഈസ് കോൺഷ്യസ്. സോ വി ഓൾവേസ് പ്രിഫർ. Here is one more doubt, doctor. You just indicated that gas fill. Which kind of gas is filled? It is carbon dioxide. Why? Carbon dioxide because what is the for what purpose? There are different combinations which has been tried before. Carbon dioxide is considered quite safe because carbon dioxide body il nallite absorb avum. Okay. So normally we use carbon dioxide. Natural light body absorption power undu. So carbon dioxide idu use akittu we do the surgeries. So absorption is safe and it is safe inside also. Natural light nangal breathe cheyappo carbon dioxide is produced and adu nangal basic science il padiche. So ulla kuda adu even kurch because 100% gas porthu povannilla. Cherudayittu gas ulla because bowel space angane undu. Even if it is inside it is safe. Adu body absorb akittu porthu povum lungs inde. So that way it is safer. Okay. See doctor, when we cannot do laparoscopic surgery. Coming back to that. കുറച്ച് പേഷ്യൻറ്റിക്ക് ജനറൽ അനസ്തീഷ്യ കൊടുക്കാൻ പ്രോബ്ലം ആവും. ലൈക്ക് കുറച്ച് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, ഹാർട്ട് പ്രോബ്ലംസ് അതെല്ലാം ഉണ്ടായിരുന്നു. റിസ്ക് അപ്പോൾ നിങ്ങൾ റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വി വിൽ ഹാവ് ടു വേ ദ പ്രോസ് ആൻഡ് കോൺസ്. ഇപ്പം അനസ്തീഷ്യ കൊടുത്തിട്ട് സർജറി ചെയ്യാൻ സേഫാ അല്ല. ഇഫ് അനസ്തീഷ്യ കൊടുക്കാൻ സേഫ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു ലാപ്രോസ്കോപ്പിക് സർജറി. സോ ആ പേഷ്യൻറ്റ് ക്രോണിക് കോഫ് ഉണ്ടായിരുന്ന COPD ഉണ്ടായിരുന്ന പേഷ്യൻറ്റിന് ഇപ്പം നിങ്ങൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കാൻ ഡിഫിക്കൽട്ട് ആവും. ആ പേഷ്യൻറ്റിക്ക് നിങ്ങൾക്ക് സർജറി ചെയ്യാൻ ഡിഫിക്കൽട്ട് ബിക്കോസ് അനസ്തീഷ്യ ഇല്ലെങ്കിൽ വി കാൻ ഡു സർജറി. അത്രേ. അത് വിട്ടിട്ട് I don't think anything is contraindicated for laparoscopy. See doctor, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ്, ദെൻ ഹാർട്ട് പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം, അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ പറയുന്ന പോലെ ലാപ്രോസ്കോപ്പിക് സർജറി എന്നതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയിരിക്കും. We can do it, but again experience of the anesthetist comes into play.
അനസ്തീഷ്യ ഈസ് നോട്ട് എ സിമ്പിൾ സബ്ജക്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ അനസ്തീഷ്യ എന്തുണ്ട് ബോധം കൊടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോവുക അത്ര. നോ, ഞങ്ങൾ സർജറി എത്ര ഇറ്റ് ഈസ് സംതിങ് മൈനർ, ബട്ട് മൈനർ അല്ല. അനസ്തീഷ്യ ഹാസ് ഇമ്പോർട്ടൻറ്റ് റോൾ ആസ് സർജറി. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ബോധം പോകാൻ ദാറ്റ് കപ്പാസിറ്റി ഈസ് only an anesthetist has. So he controls the whole body when I am operating on a patient. So na surgery cheyana etra important to anesthesia also becomes equally important. So the competence of an anesthesia, ipo latest aayittu korchu machineries vandittundu. Even for a heart patient, ipo heart surgeries kuda ningal cheyam, aa patient ku kuda anesthesia kodukanalla. So there are advances in anesthesia where we can safely do laparoscopy in those cardiac or diabetic patients kuda. So diabetic patients I actually advise laparoscopy because nalla wound illala, cheriya wound, healing process ella fast, recovery fast. So that way it is better. See, nowadays what is the cost? ഇതിനെ ഒരു ലാപ്രോസ്കോപ്പിക് സർജറിക്ക് അപ്രോക്സിമേറ്റ് ചിലവ് എന്നത് എത്രയായിരിക്കും? So സ്പെസിഫിക് ആയിട്ട് ഒരു കോസ്റ്റ് പറയാണ്, ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ഓൺ എനി ഡോക്ടേഴ്സ് ഓർ ഹോസ്പിറ്റൽ. ബട്ട് ഇപ്പം മേജർ ഡൗട്ട് എന്താ, നിങ്ങൾ ഒരു ഓപ്പറേഷൻ ഓപ്പൺ സർജറി ചെയ്യാണ് ചീപ്പർ, ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാണ് കോസ്റ്റ്ലി എന്ന് ഒരു ജനറൽ തിങ്കിങ് ഉണ്ട്. അത് കറക്റ്റ് അല്ല. ബിക്കോസ് സർജൻ വൈസ് ചെയ്യാണ് എൻ്റെ സർജിക്കൽ ചാർജസ് ഇല്ല ഹോസ്പിറ്റൽ ചാർജസ് ഓൾമോസ്റ്റ് റിമെയിൻ ദ സെയിം ഇൻ ലാപ്രോസ്കോപ്പി ആൻഡ് ഓപ്പൺ സർജറി. കോസ്റ്റ് മാറ്റർ എവിടെ ഡിഫറൻഷിയേറ്റ് ആവും? മെഷീനറീസ്. ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മെഷീനറീസ് ഹാവ് സർട്ടൻ കോസ്റ്റ്. ആ കോസ്റ്റ് വിൽ ബി ബെയർഡ് ഓൺ ദ പേഷ്യൻസ് ബിക്കോസ് ഞങ്ങൾ ആ വാട്ട് ഈസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഞങ്ങൾ ഒരു ഹർണിയ ഓപ്പറേഷൻ ചെയ്യണം, റെഗുലർ ആയിട്ട് ഓപ്പൺ ഹർണിയക്ക് യൂസ് ചെയ്യണ മെഷ് ഈസ് എ ചീപ്പർ. ഇറ്റ്സ് നോട്ട് ലോ ക്വാളിറ്റി, ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി, but it cost is less compared to a laparoscopic mesh. കാരണം എന്ത്, laparoscopic mesh ലേയേഴ്സിൽ വരും, 2 ലെയർ. അത് പേഷ്യൻറ്റ് സേഫ്റ്റി కోసం ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ട്. സോ ആ ഡ്യുവൽ ലെയർഡ് മെഷ് എല്ലാം കോസ്റ്റ്ലി ആവും. സോ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ലാപ്രോസ്കോപ്പിയിൽ ഇഫ് ഐ യൂസ് എ സിംഗിൾ ലെയർ മെഷ് ഫ്യൂച്ചറിൽ അഡീഷൻസ് അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരും. ഐ ക്യാൻ കട്ട് ഡൗൺ ദ കോസ്റ്റ് ബൈ ഡൂയിങ് എ നോൺ സേഫ് പ്രൊസീജിയർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫെയർ ഓൺ ദ പേഷ്യൻറ്റ്. സോ പേഷ്യൻറ്റ് സേഫ്റ്റി ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ കോസ്റ്റ് അത് ആഡ് ഓൺ ആവും ലാപ്രോസ്കോപ്പിക് സേഫ് ആയിട്ട് ചെയ്താണെങ്കിൽ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ലാപ്രോസ്കോപ്പി. അത് ഞങ്ങൾ പറയുകയാണെങ്കിൽ ദാറ്റ് ലുക്സ് കോസ്റ്റ്ലി ബിക്കോസ് ഒരു മെഷ് മൈറ്റ് ബി 10 times more costlier than a simple open mesh. But safety wise, recovery wise, laparoscopy better out. Okay. So how do other cost matter comes into play? ഇന്ന് ഇതിൻ്റെ അവൈലബിൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അവൈലബിൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? യെസ്, എല്ലാ ഹോസ്പിറ്റലിലും ചെയ്താണെങ്കിൽ ഇത് വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പിക് സർജറിൻ്റെ ഒരു ലേണിംഗ് കർവ് ഉണ്ട് ഒരു സർജനക്ക്. So he develops his skills with time. So if a surgeon is skilled, definitely he can do laparoscopic surgery in any setup. No matter what the size of the hospital is, what are the facilities there, whatever other machineries undo, we can do it in any place. Na evide Kasaragod vandittu in Kim's hospital for last 4 months regular aayittu laparoscopic surgeries cheyamandu. So I am not facing any problem here. പ്രഗ്നൻസി കേസിൽ ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും? പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ നോർമലായിട്ട് എല്ലാ സർജറി വി ട്രൈ ടു അവോയ്ഡ്. ബട്ട് കുറച്ച് എമർജൻസീസ് വരും. എക്സാമ്പിൾ അപ്പൻഡിസൈറ്റിസ് ആവും, ഇല്ല ഗാൾ ബ്ലാഡറിൻ്റെ കോളിസിസ്റ്റൈറ്റിസ് ആവും. ആ സമയത്ത് ഞങ്ങൾ ലാപ്രോസ്കോപ്പി മൂലക സർജറി ചെയ്യാണ് ഇറ്റ് ഈസ് സേഫർ. ദർ ആർ 2 schools of thinking. അഗെയിൻ കുറച്ച് സർജൻസിൻ്റെ തിങ്കിങ് കൊണ്ട് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ കുറച്ച് അവോയ്ഡ് ആക്കിയിട്ട് സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ സർജറി ചെയ്യാം. സോ ബട്ട് സ്പീക്കിംഗ് ഓഫ് ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഇപ്പോൾ there is no contraindication. Patient safety becomes important. So എല്ലാ പേഷ്യൻറ്റിക്ക് ഞങ്ങൾ ലാപ്രോസ്കോപ്പിക് സർജറി ഈവൻ ഇഫ് ഷീ ഈസ് പ്രഗ്നൻറ്റ് ക്യാൻ ബി ഡൺ. ഇറ്റ് ഈസ് നോട്ട് കോൺട്രാഇൻഡിക്കേറ്റഡ്. ഇറ്റ് ക്യാൻ ബി ഡൺ. ഓക്കെ, നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അഡ്വാൻറ്റേജസ് നമ്മൾ കുറച്ചൊക്കെ മെൻഷൻ ചെയ്തു. ഇതിന് ഏതെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? ഡിസഡ്വാൻറ്റേജസ് ലാപ്രോസ്കോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഒന്നുമില്ല.
there is nothing called disadvantages. Prati surgery ku oru complications in the undu, like ade that holds good for laparoscopic surgery. So specific aayittu oru patient ku na appendix undu, appendicitis aayi, so laparoscopic surgery moolaka na appendix cheyidittundairna patient ku problem varu? No, there is no problem by doing laparoscopy. So laparoscopy is safe. ആ രീതി കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. സി ഡോക്ടർ, ഒരു സാധാരണ കേസിൽ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി വന്നാൽ ആ വൂണ്ട് ഹീൽ ചെയ്യാൻ മിനിമം എത്ര ദിവസം എടുക്കും സാധാരണ കേസ്? വൂണ്ട് ഹീലിംഗ് ഈസ് സ്റ്റാൻഡേർഡ് ഫോർ ഓപ്പൺ ആൻഡ് ലാപ്രോസ്കോപ്പി കേസ്, ബിക്കോസ് ഞങ്ങൾ കട്ട് ചെയ്യുന്ന സ്കിന്നെ. സോ സ്കിൻ ഹീലിംഗ് പ്രോസസ്സ് നോർമലി ഞങ്ങൾ സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ 7 to 10 days ടൈമിൽ സ്റ്റിച്ച് എടുക്കണം. സോ അത് ഓപ്പൺ സർജറി ഉണ്ടെങ്കിൽ കൂടെ 7 to 10 days വരും. Laparoscopic kuda 7 to 10 days stitch, but number of stitch will be lesser because wound is small. Adre korchu tension undayirna jagakku nangal we can delay. That depends on patient to patient, but standard is 7 to 10 days. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ലാപ്രോസ്കോപ്പി തന്നെയാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സർജറിയാണ്. മോഡേൺ എക്യുപ്മെൻറ്റ്സ്, മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറി. അതിലും അഡ്വാൻസ്ഡ് ആയ സർജറി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഇക്വിപ്മെൻറ്റ് വൈസിൽ വന്നിട്ടുണ്ടോ? ദാറ്റ് വി കോൾ ഇറ്റ് ആസ് എ റോബോട്ടിക് സർജറി. ഇപ്പം നിങ്ങൾ പേപ്പറിൽ മാഗസിനിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്ലൈറ്റ്ലി അഡ്വാൻസ്ഡ് വെൻ കമ്പയർഡ് ടു ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി ഇതിൽ സർജൻ അവിടെ ഇത് ചെയ്യാം, പോയിട്ട് പേഷ്യന്റ് അല്ലല്ല പ്രസൻസ് ഈവൻ ഫോർ എ റോബോട്ടിക് സർജറി ഈസ് ഡൺ ബൈ ദ സർജൻ, ബട്ട് ഇത് മെഷീൻ അസിസ്റ്റഡ്. അഡ്വാൻറ്റേജസ് എന്താവും, ഞങ്ങൾ കുറച്ച് ലാപ്രോസ്കോപ്പിക്ക് ഞങ്ങൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് ആംഗിൾസിൽ മൂവ്മെന്റ് ആവും. ലാപ്രോസ്കോപ്പിയിൽ ഇറ്റ് ഈസ് ജസ്റ്റ് 360 ഡിഗ്രി ഇങ്ങനെ യുവർ 2 degree മൂവ്മെന്റ് എന്ന് പറയാം. അതേ ഇത് റോബോട്ടിക് സർജറിയിലോ ഇറ്റ് ഈസ് മോർ ഓഫ് എ 3-dimensional മൂവ്മെന്റ്. സോ വെൻ ലാപ്രോസ്കോപ്പിയിൽ ഇങ്ങനെ മൂവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ വിത്ത് എ റോബോട്ടിക് സർജറി ഇറ്റ് ക്യാൻ മൂവ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻ. സോ ഇഫ് യുവർ equipment can move in all direction, doing surgery becomes much more easier. But ഒരു ചെറിയ പ്രോബ്ലം വന്ന് that is again cost. So laparoscopic surgery, if you consider it is costly, robotic becomes much more costlier because our machine cost and plus nangal use cheyadana sadhana, there is something called docks or ports what we use. Our port and the cost is quite expensive. So it's a costly affair. But korchu advanced surgeries like korchu cancer surgeries, prostate surgeries, adukella if you're using a robot, it's easier and safer to do surgeries. That is something which is more advanced compared to laparoscopy. See doctor, ഈ റോബോട്ടിക് സർജറി നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് സ്റ്റേസ് എവിടെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നിയറസ്റ്റ് ഹോസ്പിറ്റൽ I think Mangalore quite few hospitals have robotic surgery right now. So Yenapoya Hospital, I think AJ, KMC also is planning to get so quite most of the medical colleges undalla, they are planning to get robotic surgery units. But because of the cost matter, I think a smaller setup getting a robotic machine, maybe it might take another 5 to 10 years. Yeah, we can maybe get a robotic machine in a smaller setup in next 10 years. ഡോക്ടർ, നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പി സർജറിയുടെ മേന്മകൾ, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഇതൊക്കെ അതിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ ഡോക്ടർ വളരെ വിശദമായി കാസർഗോഡിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സംബന്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ലാപ്രോസ്കോപ്പി ഒരു സർജൻ എങ്ങനെയാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്? പ്രൊസീജിയർ വൈസ് സോ നോർമലായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ഞങ്ങൾ ചെറിയ ഹോൾ ആക്കിയിട്ട് ചെയ്യാം. സോ ഹോൾ ഒരു ട്യൂബ് വരും. സോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ട്യൂബ്, വി കോൾ ഇറ്റ് എ ട്രോക്കാർ. മെഡിക്കൽ ടെർമിനോളജി വേറെ ഉണ്ട്. സിമ്പിൾ ടെർമിനോളജി ഒരു ട്യൂബ് വിട്ടിട്ട് ചെറിയ ഹോൾ ഉള്ള ട്യൂബ്, ആ ട്യൂബ് വിട്ടിട്ട് ഗ്യാസ് ഫിൽ ചെയ്യണം. സോ ഗ്യാസ് ഫിൽ ചെയ്തിട്ട് വയറ് മേലേക്ക് വരും. സോ പിന്നെ ഒരു ക്യാമറ വിട്ടിട്ട് ദർ ഇസ് എ സ്മോൾ ട്യൂബ് വിത്ത് ദ ക്യാമറ, അത് ക്യാമറ ഉള്ള പോയിട്ട് നിങ്ങൾ വയറ് എല്ലാം നോക്കും. അത് നോക്കിയിട്ട് നിങ്ങൾ എവിടെ വർക്ക് ആക്കിയിട്ടുണ്ടോ ഇല്ല വർക്കിംഗ് സ്റ്റേഷനിലെ വർക്കിംഗ് പോർട്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സർജറി വേറെ വേറെ പൊസിഷൻസിൽ ആ ഹോൾസ് വരും. അത് 0.5 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഇന്നൊരു ചെറിയ ഹോൾ ആക്കിയിട്ട്
instruments going through that one more small hole. Yeah. So 2 holes where I can use my hands to work. Yeah. There will be one sister or brother who will be assisting. Yeah. Sometimes a doctor might be assisting for a complicated case. Camera is held with the different positions. Yeah. അങ്ങനെ ആ ഹോൾസ് ഉണ്ട്, സിമിലർ ടു ചോപ്സ്റ്റിക്. ഒരു ചൈനീസ് ഫുഡിൽ ചോപ്സ്റ്റിക്സ് വരുമല്ലോ, ഇത് യു ക്യാൻ ഇമാജിൻ എ സ്മോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡബിൾ ദ ലെങ്ത് ഓഫ് എ ചോപ്സ്റ്റിക്. അങ്ങനെ ഒരു ഇവിടെ പോയിട്ട് വി ജസ്റ്റ് ഓപ്പറേറ്റ് യൂസിങ് സ്മോളർ ഇൻസ്ട്രുമെന്റ്സ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫൈൻ സർജറി. ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി സംവദിച്ച ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ചും അതിൻ്റെ മേന്മകളെക്കുറിച്ചും അതിൻ്റെ മറ്റ് ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചും ആ പ്രൊസീജിയറിനെ കുറിച്ചും വളരെ വിശദമായിട്ടാണ് കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ മൃണാൾ വിശ്വനാഥന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ.